ഇത് ഗാർഡനിൽ വെച്ച് നടന്ന ഇശൽ കാറ്ററിങ്ങിൻ്റെ വർക്കായിരുന്നു. ഈ വർക്കിൽ എടുത്ത് പറയേണ്ട ഡെക്കറേഷനാണ്. ഒരു രക്ഷയില്ല. കയറി ചിലപ്പോൾ തന്നെ കണ്ടത് നാസൻ അവിടെ നിന്ന് പണിയെടുക്കുന്നതാണ്. ഇശലിൻ്റെ മുതലാളിയാണ് നാസൻ. പിന്നെ നേരെ ഞാൻ പോയത് കിച്ചണിലേക്കായിരുന്നു. അപ്പോഴേക്കും ജ്യൂസിനുള്ള സാധനം സെറ്റ് ചെയ്തുകൊണ്ട് പയ്യന്മാർ പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഫുഡ് ഐറ്റം ഉണ്ടെന്ന് അറിയാനാണ് കിച്ചണിലേക്ക് ചെന്നത്. സാധനങ്ങളൊക്കെ റെഡി ആകുന്നേ ഉള്ളൂ. എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിന് പോയി സഹായിച്ചു. അതിനുശേഷം സലാഡ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതിന് സഹായിച്ചു. എന്നിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം ടേബിളിലേക്ക് കയറ്റാനുണ്ടായിരുന്നു. സെൻറ്റർ സെറ്റായിരുന്നു. ഇതിനിടയിൽ കൗണ്ടറെല്ലാം അച്ചു സവനിക്കയും കണ്ണനും കൂടെ ചേർന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൗണ്ടറിനകത്ത് പോയപ്പോൾ ഫുഡ് ഐറ്റങ്ങളെല്ലാം കണ്ണനും തുറന്ന് കാണിച്ചു. ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, റൈസ് തന്നെ 2 ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ. വെജ് ഐറ്റംസിന് വേണ്ടി വേറൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. അതുകൂടാതെ തട്ട് ദോശയും ഓംലെറ്റിനും വേണ്ടി വേറെ കൗണ്ടർ. പെണ്ണും ചെറുക്കം വരാൻ വൈകുന്നുണ്ട് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ നേരെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഗീ റൈസിലാണ് നിന്നത്. അപ്പോൾ പറഞ്ഞു ഗീ റൈസിനൊപ്പം മട്ടൻ കറി നോക്കാനായിരുന്നു. പിന്നെ ഞാൻ നേരെ മട്ടൻ കറിയിലേക്ക് ചാടി. പിന്നെ അകത്തുള്ള ലൈറ്റ് സെറ്റപ്പ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ വീഡിയോയിൽ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. നാസിനോട് ഫുൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഫയർ വർക്സിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ മനസ്സിലായി ചെറുക്കനും പെണ്ണും വരാനുള്ള സമയമായിരുന്നു. സ്റ്റേജിൽ LED ലൈറ്റിൻ്റെ ഒരു കളി തന്നെ ഉണ്ടായിരുന്നു. സ്മോക്ക്, LED ലൈറ്റ്, അങ്ങനെ തുടങ്ങിയ പല ഐറ്റങ്ങളുണ്ടായിരുന്നു. 1500 പേർക്കായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. ഫുഡെല്ലാം അൺലിമിറ്റഡ് ആയിരുന്നു. ഐറ്റം എന്തെങ്കിലും ഷോർട്ട് ആവുന്നത് തന്നെ പയ്യന്മാർ ചറവറ സാധനങ്ങൾ എത്തിക്കുമായിരുന്നു. ഏകദേശം 8 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടി. ആ സമയം കുറച്ച് നേരം ഇരുന്നായിരുന്നു. ഞങ്ങൾ മൊത്തം 5 പേരായിരുന്നു കൗണ്ടറിനകത്തുണ്ടായിരുന്നു. ഈശലിൻ്റെ ഒരു ഗ്രാൻഡ് വർക്ക് തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഈശലിൻ്റെ മുതലാളി നാസിനെ പറ്റി തന്നെ. എല്ലായിടത്തും ഓടിയിടുന്ന എന്തെങ്കിലും കുറവ് കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാം സെറ്റ് ചെയ്യും. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ചെക്കനും പെണ്ണും വീട്ടുകാരും എല്ലായിരുന്നു. പിന്നെ അവർക്കെല്ലാം കൊടുത്തിട്ട് കുറച്ച് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.